ഏറ്റവും സന്തോഷകരമാണ്. കേരളത്തിൽ UDFന് അധികാരത്തിലെത്താൻ സാധിച്ചു. ആലപ്പുഴ ജില്ലയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും UDF ജയിച്ചു. കായംകുളത്ത് 20 വർഷത്തെ ഒരു കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് വിജയിക്കാനായി സാധിച്ചു. അങ്ങേറ്റം സന്തോഷകരമാണ്. അതായത് UDFന്റെ ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി, തുടക്കത്തിൽ തന്നെ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു UDF തരംഗത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണെന്നാണ്. കേരളത്തിലാകമാനം UDFന്റെ ഒരു തരംഗമുണ്ടായിരുന്നു. കായംകുളത്തും ആ തരംഗവും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തും ഉള്ള വോട്ടുകൾ ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനം ഒരു മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നതിൽ എനിക്ക് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഒരു പാർട്ടിയിൽ തന്നെയുള്ള ഒരു നവീകരണ പ്രക്രിയ എന്ന് തന്നെ പറയാം. ആ പാർട്ടിയിലെ തന്നെ പ്രവർത്തകർ യഥാർത്ഥത്തിൽ മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും വോട്ടുകൾ ലഭിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതെല്ലാം സന്തോഷകരമായ കാര്യമാണ്. അതായത് ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വൈറൽ വീഡിയോ ആയിരുന്നു, ചേട്ടൻ കരയുന്നത് അതൊക്കെ ഒരു വോട്ടായി മാറി എന്നൊക്കെയാണോ? ഞാൻ കരഞ്ഞൊന്നുമില്ല. ഞാൻ അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ ഒരു പ്രസംഗമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കൺവെൻഷനിൽ ഞങ്ങളുടെ UDF പ്രവർത്തകരോടാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ യാത്ര തീർച്ചയായിട്ടും ആ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടു. ഞാൻ ക്ലാസ്സിൽ, അതായത് 5ാം ക്ലാസ്സിൽ KSU കൊടി പിടിച്ച് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാർത്തിപ്പള്ളി സെൻറ് തോമസ് ഹൈസ്കൂൾ, പിന്നെ നങ്ങിയാലുള്ള TKM കോളേജിലും ഗവൺമെൻറ് ലോ കോളേജിലും ഒക്കെ തുടങ്ങി വിദ്യാർത്ഥി പ്രവർത്തനം കഴിഞ്ഞ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10-11 വയസ്സിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. 3 തവണ പാർട്ടി എനിക്ക് അവസരം നൽകുകയും ചെയ്തു. അപ്പോൾ അത് ആ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനപ്രതിനിധിയായി ജനങ്ങളെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകാനും അതോടൊപ്പം തന്നെ നിയമസഭാ സാമാജികനായി നാടിൻ്റെ ഒരു പബ്ലിക് പോളിസി രൂപപ്പെടുന്നതുമൊക്കെ തന്നെ നിർണായകമായൊരു കാര്യമാണ്. അപ്പോൾ 3 തവണ ഒരു അവസരം തന്നിട്ടും എനിക്കത് വിജയിക്കാൻ സാധിച്ചില്ല. 4മതൊരു തവണയോടെ പാർട്ടി ഒരു അവസരം നൽകിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു അവസരം നൽകണം, എൻ്റെ മനസ്സിലൂടെ ഈ കാര്യങ്ങളെല്ലാം കടന്നു പോയിരുന്നു. വർഷങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഉള്ള അനുഭവങ്ങൾ, ഈ ആളുകളുടെ സ്നേഹം, സൗഹൃദം, ഇതെല്ലാം കടന്നു പോയപ്പോൾ ഒരു നിമിഷം വികാരാധീനനായി എന്നുള്ളത് സത്യമാണ്. എനിക്ക് സംസാരിക്കാൻ 1-2 മിനിറ്റോളം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത് തീർച്ചയായിട്ടും അതിന് മനസ്സിൽ നിന്ന് വന്നൊരു വിഷമവും ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഇത്തവണ കൂടി വിജയിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇനി ഒരിക്കൽ കൂടി പാർട്ടിയും മുന്നണിയും ഒരവസരം നൽകണമെന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് പോലും ബുദ്ധിമുട്ടാണ് എന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തന എന്ന നിലയിൽ ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ പ്രതിഫലനമാണ് ഞാൻ നാടിനോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ച് എനിക്കൊരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചത്. അത് ജനം അംഗീകരിച്ചു എന്നുള്ളതാണ് സംഗതി. അങ്ങേയറ്റം വിനയപൂർവ്വം ഞാനതിനെ ആ ഒരു അംഗീകാരത്തെ UDFനൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനം നൽകിയ, സമൂഹം നൽകിയ ഒരു അംഗീകാരത്തെ കാണുകയാണ്. അതൊരു വലിയൊരു ഉത്തരവാദിത്വം നൽകുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോട് പെരുമാറേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇനി ലിജു മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിസഭയിൽ കേരളത്തിലൊരു UDF മുഖ്യമന്ത്രി ഉണ്ടാവും. അതിനുശേഷം മന്ത്രിസഭയൊക്കെ തന്നെ അർഹതയും ഉള്ള ആളുകളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഞാനത് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് അർത്ഥമില്ല. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, ആരാണ്? കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് കൃത്യമായി കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ആദ്യമായിട്ടാണല്ലോ. ദേശീയ പ്രസ്ഥാനം എന്നല്ല, അന്നു മുതൽ നിരവധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. കേരളത്തിന് എത്ര മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായ സമയത്ത് ആ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.